ഫിഷിംഗ് ഫ്രീക്കൻ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു നാച്ചുറൽ പോണ്ടാണ്. ഇത് ഏകദേശം 2 സെൻറ്റോളം വരും. ഇതിലിപ്പോൾ ഇട്ടിരിക്കുന്ന ഏകദേശം 16 കിലോയോളം കാരി ഇട്ടിട്ടുണ്ട്, നാടൻ കാരി. അതുതന്നെ ഏകദേശം ഒരു 1200ഓളം എണ്ണം വരും. അതിനോടൊപ്പം തന്നെ 200ഓളം നാടൻ കരികണ്ണി ഉണ്ട്. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ അകത്തൊരു 200ഓളം കട്ട്ള ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ തീറ്റ കൊടുക്കുന്നത് ആടിൻ്റെ പുഷ്ടി, അതുപോലെ തന്നെ ഇത് സർപ്പക്കുളമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മറ്റുള്ള തീറ്റ കൊടുക്കുന്നില്ല. പിന്നെ ചോറ്, അങ്ങനെയുള്ള നാടൻ ഭക്ഷണങ്ങൾ മാത്രം, വേസ്റ്റൊന്നും ഇടുന്നില്ല. സർപ്പക്കുളമായതുകൊണ്ട് മാത്രം വേസ്റ്റൊന്നും ഇടാതെ തന്നെ നമ്മൾ ചോറ്, നല്ല ചോറ് തന്നെ ഇടും. പിന്നെ അതുപോലെ തന്നെ ആടിൻ്റെ പുഷ്ടി നല്ലതാണ്. മറ്റൊരു കുളം നമുക്കുണ്ടാവത്തിലാണ്. നമ്മൾ ഫീഡ് നമ്മുടെ മീനിടുന്ന ഫിഷ് ഫുഡ് ഇടുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് പക്ഷേ നാച്ചുറലായിട്ട്. അതുപോലെ അസോളയുണ്ട്. അസോള എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം നിറച്ച് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഒരാഴ്ച കൊണ്ട് തന്നെ ഇരട്ടിയാകും. അപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് ഫുഡ്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് രോഹു എന്ന് പറയുന്ന ഒരു 5-10 മീൻ വേറെയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള ചെറിയ കുളങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഇതുപോലെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള മീൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അങ്ങനെ കൊക്കിൻ്റെ ശല്യമൊന്നും അങ്ങനെ വലുതായിട്ട് കാണുന്നില്ല. ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏകദേശം 5 ഇരട്ടി മത്സ്യം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തന്നെ 15 കിലോ ഇട്ട സ്ഥിതിക്ക് ഒരു 75 കിലോളം മീൻ ഇതിൽ നിന്ന് കിട്ടും. നമ്മൾ മറ്റു കുളത്തിൽ ഇട്ടിട്ട് ഏകദേശം ഇത്രയും പോലും ശ്രദ്ധയില്ലാഞ്ഞിട്ട് തന്നെ 10 കിലോ ഇട്ടിട്ട് 40 കിലോളം ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചെറിയൊരു മോട്ടർ വെച്ചിട്ടുണ്ട്. വെള്ളം ശരിക്കും പറ്റുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ 1 HP മോട്ടർ വെച്ച് വെള്ളം അടിച്ച് നമ്മുടെ കൃഷിയിടത്തിലേക്ക് മാറ്റാറുണ്ട്. അപ്പോഴത്തേക്ക് വെള്ളത്തിലെ അമോണിയത്തിൻ്റെ അളവ് ക്രമീകരിക്കാനത് സാധിക്കും. അപ്പോൾ നമ്മൾ കൃഷിക്കൊന്നും പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള ചാണകം അങ്ങനെ എന്തെങ്കിലും വളം ഇട്ടാൽ മതി. ബാക്കിയുള്ള വളങ്ങളെല്ലാം ഈ വെള്ളത്തിൽ തന്നെ ഉണ്ട്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മൾ ആദ്യം തന്നെ ഇത് മത്സ്യകൃഷിയല്ല ഉദ്ദേശിച്ചത്, ചെറിയ കൃഷികൾക്ക് വേണ്ടി വളമുള്ള വെള്ളം സ്വരൂപിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെറിയ രീതിയിൽ നമ്മുടെ വീട്ടിൽ കുളങ്ങളുണ്ടെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ട് ഇതുപോലെയുള്ള മീൻ കൃഷി ചെയ്ത് ഉള്ള ആവശ്യത്തിനും അതുപോലെ തന്നെ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ ബാക്കിയുള്ള ഇതിൻ്റെ ചിലവുകൾക്ക് നമുക്കത് പുറത്ത് കൊടുത്ത് മുതലാക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ വീഡിയോകൾക്ക് നിങ്ങൾ ഈ ഫിഷിംഗ് ഫ്രീക്കൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.